ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് +1 സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അത് നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ മുന്നേ നമ്മളൊരു ഏകദേശം ഒരു 19 ചോദ്യം വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് 22ാമത്തെ ചോദ്യം മുതലാണ്. ഇത് 2019 വന്നിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ്. അപ്പോ ഈ 19 വരെ ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 19ഉം പിന്നെ അതെ, ഏകദേശം 21 ചോദ്യം വരെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. 19ഉം 20, 21 അതിൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്രാമത്തെ ക്വസ്റ്റ്യനാ? 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ചോദ്യം 22ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. എസ്എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്എ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണ്? എ ബി സി എന്ന് പറഞ്ഞിട്ട് കാണാനില്ലേ? അതില് ഫസ്റ്റ് എ കോളത്തില് വന്നിട്ടുള്ളത് ആദ്യം റെഫറൻസ് ഗ്രൂപ്പ് ആണ്, പിന്നെ ക്വാസി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, പിയർ ഗ്രൂപ്പ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, അതേപോലെ തന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അപ്പൊ എ കോളത്തില് കുറച്ച് ഗ്രൂപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഗ്രൂപ്പിന് ബിക്കും സിയും, ബി കോളത്തിലും സി കോളത്തിലും അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് ആകെ ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ബിയും സിയും. അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കി ചെയ്യണം. അപ്പൊ നോക്കിയേ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ ഗ്രൂപ്പുകളാണത്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് അതേപോലെ പഠിച്ചിട്ട് വെക്കുക. റെഫറൻസ് ഗ്രൂപ്പ്, ക്വാസി ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പെക്യുലാരിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. വിത്ത് എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നോക്കി, ആദ്യം റെഫറൻസ് ഗ്രൂപ്പ് ആണ്. ഒന്നാമത്തത് റെഫറൻസ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ നേരെ ഏതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഏതാ? പ്രൈമറി ഗ്രൂപ്പ് ആണ്. പിന്നെ സീന് ജെൻഡർ. അങ്ങനെ ക്വാസി ഗ്രൂപ്പും ബാക്കിയുള്ള ഗ്രൂപ്പും ഒക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പൊ ബിയും സിയും നമ്മൾ മാച്ച് ചെയ്യാൻ പോവുകയാണ്. റെഫറൻസ് ഗ്രൂപ്പിൽ നോക്കിയേ, ഏതാ വരിക? ബി കോളത്തിൽ ഏതാ വരിക? മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് ആണ് വരിക റെഫറൻസ് ഗ്രൂപ്പിൽ. ഇനി സിയിൽ വന്നിട്ട് ഇംഗ്ലീഷ് മാൻ ആണ് വരിക. അപ്പൊ റെഫറൻസ് ഗ്രൂപ്പിൽ ഒന്നാമത്തെ നമുക്ക് കിട്ടി എന്താണ്? മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് കിട്ടി, അതേപോലെ തന്നെ ഇംഗ്ലീഷ് മെന്നും കിട്ടി. ഇനി ക്വാസി ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് ലാക്ക് ഓഫ് സ്ട്രക്ചർ ആണ് ആൻസർ. ഈ കോളത്തിലെ ലാക്ക് ഓഫ് സ്ട്രക്ചർ ആണ് അതിന്റെ ആൻസർ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ കോളത്തിലോ പീപ്പിൾ ഗാദേർഡ് ഇൻ ആൻ ആൻഷ്യൻ സൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഷ്യൻ അല്ല, ആക്സിഡന്റ് സൈറ്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് ക്വാസി ഗ്രൂപ്പ് ആണ് ഡിസ്കസ് ചെയ്തത്. ലാക്ക് ഓഫ് സ്ട്രക്ചർ ബി കോളത്തിലും, സിയില് പീപ്പിൾ ഗാദേർഡ് ഇൻ ആൻ ആക്സിഡന്റ് സൈറ്റ്. കേട്ടോ, ആക്സിഡന്റ് സൈറ്റ് ശ്രദ്ധിക്കണം, ആക്സിഡന്റ് സൈറ്റ് ആണ്. മൂന്നാമത്തതോ പിയർ ഗ്രൂപ്പ് ആണ് വന്നിട്ടുള്ളത്. എന്താ പിയർ ഗ്രൂപ്പിൽ ഏതാ വരുന്നത്? പ്രൈമറി ഗ്രൂപ്പ് ആണ് വരിക. ഒപ്പം സി കോളത്തിൽ സെയിം ഏജ് ഗ്രൂപ്പ് വരും. ഓക്കെ, ഇനി അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസിലാണെന്നുണ്ടെങ്കിൽ ബൈ ബർത്ത് ആണ് ഏത് വരിക? ബി കോളത്തിൽ വരിക. സി കോളത്തിൽ ജെൻഡർ വരും. ഇനി അച്ചീവ്ഡ് സ്റ്റേറ്റസ് ആണെന്നുണ്ടെങ്കിലോ ബൈ എഫേർട്ടും വരും, ഡോക്ടറും വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പേനും പേപ്പറും ഇപ്പൊ തന്നെ കുറിച്ച് വെച്ചോളാം, ഏതൊക്കെയാ വരിക എന്നുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടെ പറയാം. റെഫറൻസ് ഗ്രൂപ്പിന് നേരെ മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് ആണ് വരിക, പിന്നെ ഇംഗ്ലീഷ് മെന്ന് വരും. ക്വാസി ഗ്രൂപ്പിന് നേരെ ലാക്ക് ഓഫ് സ്ട്രക്ചർ വരും, പിന്നെ പീപ്പിൾ ഗാദേർഡ് ഇൻ ആൻ ആക്സിഡന്റ് സൈറ്റ് വരും. പിന്നെ പിയർ ഗ്രൂപ്പിനകത്ത് പ്രൈമറി ഗ്രൂപ്പ് ആണ് ബി കോളത്തിൽ, സി കോളത്തിൽ സെയിം ഇമേജ് ഗ്രൂപ്പ് വരും. ഓക്കെ, ഇനി അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസിൽ ബൈ ബർത്ത് ആണ് ബി കോളത്തിലെങ്കിൽ സി കോളത്തിൽ ജെൻഡർ വരും. അച്ചീവ്ഡ് സ്റ്റാറ്റസിൽ വരുന്നത് ബൈ എഫേർട്ടും ഡോക്ടറും. ഓക്കെ, അപ്പൊ മാച്ച് ദ ഫോളോയിങ് നമ്മൾ ഏകദേശം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു എത്ര ഉണ്ട്? 5 ഉണ്ട്. ഈ 5 ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ മാക്സിമം ഇത് തെറ്റിക്കാണ്ട് തന്നെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒന്ന് തെറ്റിയാലും കുഴപ്പമില്ല, 4-ങ്കിൽ 4 മാർക്ക് എന്ത് ചെയ്യാം? ഇത് തെറ്റിപ്പോയാൽ ആകെ മൊത്തം തെറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മറ്റേതൊക്കെ അതിന്റെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ 22ാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏതാ? 23ാമത്തെ ചോദ്യം നോക്കിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസ് നോക്കണം. ആൻസർ ഇനി 3 questions ഫ്രം 23 to 26 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 23 to 26 ഉള്ളിൽ നിന്നും ഏതെങ്കിലും 3 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഇനി അത് ഇൻസ്ട്രക്ഷൻ വായിക്കാണ്ട് മൊത്തത്തിൽ എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് മറ്റേത് എഴുതാൻ എന്തില്ല, സമയം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ,
23ാമത്തെ ചോദ്യം നോക്കിക്കേ. ഡിഫൈൻ സോഷ്യൽ കൺട്രോൾ. എന്താണ്? സാമൂഹ്യ നിയന്ത്രണം എന്ത് ചെയ്യാനാണ്? ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഡിഫൈൻ എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അത് ഡിഫൈൻ തന്നെ ചെയ്യണം. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം? ഡെഫിനിഷൻ എഴുതണം. അപ്പൊ സോഷ്യൽ കൺട്രോൾ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിഫൈൻ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പോ സോഷ്യോളജി ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ആശയത്തിൽ ഒന്നാണ് എന്ത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പോ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, ദുരൂഹമായതോ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടതോ ആയ അംഗങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിന് സമൂഹം ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങൾ ആണ് എന്ത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാല് സൊസൈറ്റി നിലനിൽക്കുന്നവരും അതുപോലെ തന്നെ പുരോഗതി പ്രാപിക്കുന്നവരുമായ വ്യക്തികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ ആണിവ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സൊസൈറ്റിക്കകത്ത് നിലനിൽക്കുന്ന അവര് മെച്ചപ്പെടുന്ന അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കുന്നവരോ അല്ലെങ്കിൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? നിയമങ്ങളാണ് എന്ത്? സോഷ്യൽ കൺട്രോൾ, അല്ലെങ്കിൽ ഒരു നമ്മളുടെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സോഷ്യൽ കൺട്രോൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. 23ാമത്തെ എ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ക്ലാസിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ വിത്ത് എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്ത്? ഈ സോഷ്യൽ കൺട്രോൾ എന്തിട്ട് വിവിധ തരത്തിലുണ്ട് എന്നുള്ളത്. അത് വിവിധ തരത്തിൽ ഏതൊക്കെയാണെന്നും വിത്ത് എക്സാമ്പിൾ സഹിതമാണ് നമ്മളടുത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സോഷ്യൽ കൺട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ, ടൈപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടൈപ്സ് തന്നെ എഴുതണം. ഇത് വ്യത്യസ്ത തരത്തിലുണ്ട് എന്നുള്ളതാണ് ടെക്സ്റ്റിനകത്ത് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. എന്നിട്ട് എന്ത് സഹിതം എഴുതണം? എക്സാമ്പിൾ സഹിതം എഴുതണം. നിങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം മാത്രം എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ വേറെയും ഉത്തരം വേറെയും ആയി പോകരുത്, അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോളും വിത്ത് എക്സാമ്പിൾസാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തത് ഫോമൽ ആൻഡ് ഇൻഫോം. മെയിൻ ആയിട്ട് ഫോമലും ഇൻഫോമലും, ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള സോഷ്യൽ കൺട്രോൾ ആണ് നമുക്കുള്ളത്. അപ്പൊ ഫോമൽ ആൻഡ് ഇൻഫോമൽ തന്നെ എഴുതി വെച്ചോളാം. എന്നിട്ട് ഫോമൽ എന്താണ് ഇൻഫോമൽ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? താഴ്ത്തി എഴുതി വെക്കാം. അപ്പൊ ഫോമലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നിയമാനുസൃതവും ക്രമീകരിക്കപ്പെട്ടതുമായ നിയന്ത്രണത്തെയാണ് എന്ത്? ഫോമൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നിയമാനുസൃതം, നിയമത്തിന് അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ക്രമീകരണത്തോട് കൂടിയിട്ടുള്ള ഒരു നിയന്ത്രണത്തെ നമ്മൾ ഫോമൽ കൺട്രോൾ എന്ന് പറയുന്നു. അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും? പോലീസ്, നിയമം, രാജ്യം ഒക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇൻഫോമലോ? വ്യക്തിപരവും അതുപോലെ തന്നെ ഔപചാരികമല്ലാത്തതും അല്ലെങ്കിൽ ഫോമൽ അല്ലാത്തതുമായിട്ടുള്ള ഒന്നാണ് ഇത് ഇൻഫോമൽ എന്ന് പറയുന്നത്. ഓരോ സമൂഹത്തിലെയും മറ്റൊരു എന്താ പറയാ തരത്തിലുള്ള ഒരു തരത്തിൽപ്പെട്ട ഒരു നിയന്ത്രണമാണിത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ചിരി, മുഖഭാവങ്ങൾ, അതുപോലെ തന്നെ ശരീരഭാഷ. ഓക്കെ, ഈ നിയന്ത്രണം നടപ്പാക്കുന്നതിനുള്ള വിവിധ ഏജൻസികൾ വരെ ഉണ്ട് കേട്ടോ. അതായത് ഏജൻസി എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അതിനുള്ള എക്സാമ്പിൾസ് പറയുമ്പോൾ മനസ്സിലാവും. കുടുംബ ബന്ധങ്ങള്, മതം, ഫാമിലി, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറയാം എന്ത്? പോസിറ്റീവ് ആയിട്ടുള്ള കൺട്രോളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കൺട്രോളുണ്ട്. പോസിറ്റീവ് കൺട്രോൾ എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നേരെ മറിച്ച് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, സദാചാരം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സദാചാരക്കാർ ഇറങ്ങിയിട്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ളത് സദാചാരം, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. മെയിൻ ആയിട്ട് നിങ്ങൾ എന്ത് എഴുതുക? ഫോമൽ ആൻഡ് ഇൻഫോമൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ 23ാമത്തെ ചോദ്യം എയും ബിയും ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ വൃത്തിക്ക് ഡിഫൈൻ തന്നെ ചെയ്തോളാം. ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു സ്വഭാവമുണ്ട്, ഡിഫൈൻ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്നങ്ങോട്ട് കാണുമ്പോഴേക്കും ചാടിക്കേറിയിട്ട് അങ്ങോട്ടേക്ക് എഴുതും. എന്താണ് സോഷ്യൽ കൺട്രോൾ? അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് തുടങ്ങുന്നത് മുതൽ ഒടുക്കം വരെ എന്താണ് സോഷ്യൽ കൺട്രോൾ ആണെന്നും പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് എഴുതി വെക്കരുത്. എനിക്ക് അതാ പറയാനുള്ളത്. മാർക്കിനനുസരിച്ച് അവിടെ എത്ര സ്കോർ കൊടുത്തിരിക്കുന്നേ? 2 മാർക്കാണ്. അപ്പൊ 2 മാർക്കുള്ളത് ഇത്തിരി ഉള്ളൂ, ഒരു 3 4 ലൈനിലുള്ളത് തന്നെ എഴുതും അതിന്റെ ആൻസർ. സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന 2 മാർക്ക് എഴുതാൻ പറയുന്നത് ഡെഫിനിഷൻ, കറക്റ്റ് ഡെഫിനിഷൻ, 1 2 3 ലൈനിലെ ഡെഫിനിഷനേ ഉള്ളൂ. അതെന്ത് ചെയ്യുക? എഴുതി വെക്കുക. അല്ലാണ്ട് ആ 2 മാർക്കിന്റെ ചോദ്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് എഴുതണ്ട. അതായത് ഈ ടൈപ്സും എക്സാമ്പിൾസും ഒന്നും സോഷ്യൽ കൺട്രോൾ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞതിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം നോക്കി, അടുത്ത ചോദ്യം നോക്കി, 4 മാർക്കിനുള്ള ചോദ്യം നോക്കി, എന്താണ്? ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത്. അതിനാണ് എന്ത് 4 മാർക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെയാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ എഴുതേണ്ടത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലായോ? ഡിഫൈൻ സോഷ്യൽ കൺട്രോൾ എന്നുള്ളത് 2 മാർക്കുകൾ. അപ്പൊ എന്ത് ചെയ്യണം? അത് ചുരുക്കി എഴുതിയാൽ മതി. 4 മാർക്കിനാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ വരുന്നത്.
അതാ ഞാൻ പറഞ്ഞ ചോദ്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കി. 24ാമത്തെ ചോദ്യം എന്താ? മാരേജ് ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലാസിഫൈ ഫോംസ് ഓഫ് മാരേജ്. അപ്പൊ മാരേജിനും ഫാമിലീസിനും ഒക്കെ എന്തുണ്ട്, വിവിധ തരത്തിലുള്ള ഫോംസ് ഉണ്ട്, പല തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പദങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചോളാം. ഇതിൽ തന്നെ കുറെ ടേംസ് വരുന്നതുകൊണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്താ? മാരേജ് ഇസ് എ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്ലാസിഫൈ ഫോംസ് ഓഫ് മാരേജ്. അതായത് മാരേജിന്റെ അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നതിന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങളാണ് ഫോംസ് ഓഫ് മാരേജിന്റെ. അല്ലെങ്കിൽ ഫോംസ് ഓഫ് മാരേജ് എന്ന് പറയുമ്പോൾ മാരേജിന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ള. അതെന്താണ്? ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാരേജിനെ കണക്കാക്കാം. വിവാഹത്തെ നമുക്ക് എന്ത് ചെയ്യും, കണക്കാക്കാൻ പറ്റും. അപ്പൊ വിവാഹത്തിന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കിയേ. ചോദ്യത്തിന്റെ ആൻസർ ആണ് പറയാൻ പോണത് കേട്ടോ. അതായത് ഒന്നാമത്തെ രൂപം എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള എന്താണ്? പങ്കാളികളുടെ എണ്ണം. അത് ഫോംസ് ഓഫ് മാരേജ് ഒന്നാമത് പങ്കാളികളുടെ എണ്ണം. രണ്ടാമത്തതോ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിയമങ്ങൾ എന്നാ പറയുന്നത്. അതായത് പങ്കാളികളുടെ എണ്ണം അനുസരിച്ച് മാരേജിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട് പങ്കാളികളുടെ എണ്ണം അനുസരിച്ച്. പങ്കാളികൾ എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് കേട്ടോ. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് പാർട്ട്നേഴ്സിനെ പറയുന്നത്. അവരുടെ എണ്ണം അനുസരിച്ച് മാരേജിനെ എന്താണ്, രണ്ടായിട്ട് തരം തിരിക്കാം എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വരുന്നത് എന്താ? മോണോഗമി, ഏകഭാര്യത്വം. രണ്ടാമത്തത് പോളിഗമി, ബഹുഭാര്യത്വം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോണോഗമി, പോളിഗമി എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചോളാം. മോണോഗമി, പോളിഗമി. മോണോഗമി ആകുമ്പോൾ ഏകഭാര്യത്വം, പോളിഗമി ആകുമ്പോൾ അത് ബഹുഭാര്യത്വമായിട്ട് മാറുന്നു. ഇനി ഇത് എന്താണ് ഈ പോളിഗമിയും അതേപോലെ തന്നെ മോണോഗമിയും ഒക്കെ എന്താണെന്നുള്ളത് നോക്കി നോക്കാം. അതായത് നമ്മുടെ മോണോഗമി എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരു ഇണയെ അനുവദിക്കുന്ന വിവാഹത്തിന്റെ രൂപമാണ് മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നോർമലി ഉള്ള കേസ് അങ്ങനെ ഒരു പുരുഷന് ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു പുരുഷൻ, ഓക്കെ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു ഭാര്യ എന്നുള്ള നമ്മൾ ഇവിടെയൊക്കെ നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരു സമയം ഒരു ഇണയെ അനുവദിക്കുന്ന വിവാഹം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കല്യാണങ്ങളൊക്കെ അങ്ങനെയുള്ളത് മോണോഗമിയാണ് അല്ലെ. അതായത് ഒരാൾക്ക് ഒരു പങ്കാളി എന്നുള്ള നിലയ്ക്ക്. എന്നാൽ ചിലയിടത്തൊക്കെ ഈ ഡൈവോഴ്സിന് ശേഷം പങ്കാളിയുടെ അല്ലെങ്കിൽ ഇപ്പൊ പങ്കാളി മരിച്ചു, അല്ലെങ്കിൽ പാർട്ട്ണർ മരിച്ചു പോവുക, അല്ലെങ്കിൽ ഡിവോഴ്സിനൊക്കെ ശേഷം എന്താണ് വേറെ കല്യാണം കഴിക്കാനുള്ള അനുവാദമൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്, നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അത്. അപ്പൊ ഡിവോഴ്സിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ പാർട്ട്ണർ മരിച്ചു പോയി കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിക്കാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് പാടില്ല എന്നുള്ളതാണ്. അത്തരത്തില് കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മോണോഗമിയെ എന്ത് വിളിക്കും നമ്മള്? സീരിയൽ മോണോഗമി എന്ന് വിളിക്കും. ഈ ഇത്തരത്തിലുള്ള വൺ വേർഡുകളൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെച്ചോളാം. വൺ വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സീരിയൽ മോണോഗമി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു മോണോഗമിയെ നമ്മൾ വിളിക്കും? സീരിയൽ മോണോഗമി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മോണോഗമി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞത്? പോളിഗമിയാണ്. പോളിഗമി എന്താണ്? അപ്പൊ എന്തായിരിക്കും പോളിഗമി? ഒന്നിലധികം പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ വിവാഹത്തിൽ ഒരാൾക്ക് ഒന്നിലധികം പാർട്ട്നേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളിഗമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സീരിയൽ മോണോഗമി അല്ലെങ്കിൽ പോളിഗമി നിങ്ങൾക്ക് മാറിപ്പോകരുത് കേട്ടോ. നമ്മൾ പറഞ്ഞു മോണോഗമിക്കകത്ത്, അല്ലെങ്കിൽ മോണോഗമി ഒരു പുരുഷൻ ഒരു ഭാര്യ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ഇവിടെ ഡിവോഴ്സിന് ശേഷമോ അല്ലെങ്കിൽ പങ്കാളി മരിച്ചു പോയി കഴിഞ്ഞാലോ എന്താണ്, കല്യാണം കഴിക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ ഒന്നിൽ കൂടുതൽ പാർട്ട്ണർ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം ഒരു മോണോഗമിയാണ് നമ്മൾ സീരിയൽ മോണോഗമി എന്ന് വിളിക്കുന്നത്. ഇനി നേരെ പോളിഗമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം പാർട്ട്ണർ, അല്ലെങ്കിൽ വിവാഹത്തിൽ ഒരാൾക്ക് ഒരു സമയം ഒന്നിലധികം ഇണകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടും തമ്മിൽ മാറിപ്പോരുന്നത്. മറ്റേ മോണോഗമിക്കകത്താണ് സീരിയൽ മോണോഗമി എന്ന് നമ്മൾ പറഞ്ഞത്. പോളിഗമി എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിലധികം, അതായത് ഇപ്പൊ ഒരു പുരുഷനായാലും ഭാര്യയ്ക്കായി കഴിഞ്ഞാലും ഒന്നിലധികം ആളുകൾ അല്ലെങ്കിൽ ഇണകൾ ഉണ്ടാവുന്നത്, ഒരേ സമയം ഒരാൾക്ക് ഒന്നിലധികം ഇണകൾ ഉണ്ടാവുന്നതിന് നമ്മൾ എന്ത് പറയും? പോളിഗമി എന്ന് പറയും കേട്ടോ. ഓക്കെ, വിവാഹത്തിൽ ഒരാൾക്ക് ഒരു സമയം ഒന്നിലധികം ഇണകൾ എന്നാണ് പോളിഗമി പറയാം. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് വായിച്ചാൽ മതി, ഒന്നുകൂടെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പോളിഗമിയെ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കുറെ സബ്ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോരുത്. അപ്പൊ നമ്മൾ ആ ഫോംസ് ഓഫ് മാരേജിൽ നമ്മൾ മോണോഗമി പോളിഗമി നോക്കി അല്ലെ. മോണോഗമി പോളിഗമി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പോളിഗമി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാക്കി വീണ്ടും തിരിക്കുന്നുണ്ട്. പോളിഗമി എന്ന് പറയുമ്പോൾ എന്താ? ഒരു പാർട്ട്ണർക്ക് വിവാഹത്തിൽ എന്താണ് ഒരേ സമയം ഒരാൾക്ക്
എന്താണ് ഒന്നിലധികം ഇണകളെയാണ് പോളിഗമി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പോളിഗമിയെ രണ്ടാക്കി തിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം, രണ്ടാക്കി തിരിക്കുന്നുണ്ട്. ഒന്ന് ഏതാണ്? പോളിജിനി, രണ്ടാമത്തത് പോളിയാൻഡ്രി. ഒക്കെ പോളി പോളി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടോ, മാറിയത്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സുഖമായിട്ട് പഠിക്കാം. ഓക്കെ, പോളിജിനി അല്ലെങ്കിൽ ബഹുഭാര്യത്വം. രണ്ടാമത്തത് പോളിയാൻഡ്രി, എന്താണ് പോളിജിനി? ബഹുഭാര്യത്വം അല്ലെ. ഓക്കെ, പോളിജിനിയും പോളിയാൻഡ്രിയും അത് എന്ത് ചെയ്യാ, മനസ്സിലാക്കി വെച്ചോളാം കേട്ടോ. ഓക്കെ, ഇനിയോ ഇനി ഇത് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എന്താണ്? പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിച്ചാൽ അതെന്താണ്? ബഹുഭാര്യത്വം എന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരു സ്ത്രീ ഒന്നിലധികം വിവാഹം കഴിച്ചാൽ അതിനെ നമ്മൾ പോളിയാൻഡ്രി എന്ന് പറയും. ഓക്കെ, പോളിജിനിയും പോളിയാൻഡ്രിയും. പോളിഗമി നമ്മൾ എന്ത് ചെയ്യുക, രണ്ടായിട്ട് തിരിക്കുന്നു പറഞ്ഞു മനസ്സിലാക്കുക. നിങ്ങൾക്ക് മാറിപ്പോയത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നുകൂടെ പറയാം. എന്താണ്? മോണോഗമി, പോളിഗമി, അത് മാരേജിന്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങളിൽ നമുക്ക് എഴുതാൻ വേണ്ടിട്ട് പറ്റും. ഈ പോളിഗമി എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാക്കി തിരിക്കുന്നുണ്ട്. അത് ഒന്ന് പോളിജിനിയും ഒന്ന് പോളിയാൻഡ്രിയുമാണ്. ഈ പോളിജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ ഒന്നിലധികം വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, പുരുഷന്മാര് ഒന്നിലധികം വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പോളിജിനിയാണ്. ഓക്കെ, ഇനി ഒരു സ്ത്രീ ഒന്നിലധികം വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? പോളിയാൻഡ്രി ആണ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത് അങ്ങോട്ട് കഴിഞ്ഞു അല്ലെ, അങ്ങോട്ടേക്ക് കഴിഞ്ഞു. പക്ഷെ സിമ്പിൾ ആണ്, നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിൾ ആണ്. പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മാറിപ്പോകത്തുള്ളൂ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട. നിങ്ങൾ എഴുതിയിട്ട് വൃത്തിയായിട്ട് ടേബിളൊക്കെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് നമുക്കത് മനസ്സിൽ നിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി 24ാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താ? പോയിന്റ് ഔട്ട് ദ റൂൾസ് ഓഫ് മാരേജ്. ഇനി എന്താണ്? മാരേജിന് പലതരത്തിലുള്ള റൂൾസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയേ, മലയാളം ചോദ്യപേപ്പർ കാണിച്ചു. ഇനി അതില് ബുദ്ധിമുട്ടണ്ട. എത്രാമത്തെ ചോദ്യ? 24 യെസ്, 24 യെസ്, 4ാമത്തെ. നോക്കിയേ, ബി ക്വസ്റ്റ്യൻ എന്താണ്? 24ാമത്തെ ബി ക്വസ്റ്റ്യൻ എന്താ? വിവാഹ നിയമങ്ങളാണ് ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ റൂൾസ് ഓഫ് മാരേജ് ആണ് ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള നിയമങ്ങൾ, അതേപോലെ തന്നെ നമ്മള് എന്താ പറയാ, അതായത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് റൂൾസ് ഓഫ് മാരേജിൽ പറയുന്നത്. അപ്പൊ തോന്നിയ പോലെ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു കല്യാണം അല്ലെങ്കിൽ വിവാഹം എന്നതിന് കുറെ റൂൾസും നിബന്ധനകളും അതേപോലെ തന്നെ നിയമങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുമ്പോ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, തോന്നിയ പോലെ എഴുതി വെക്കരുത് കേട്ടോ. ടെക്സ്റ്റിനകത്ത് പരാമർശിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, എന്താണ് ഫസ്റ്റ് റൂൾസ് ഓഫ് മാരേജ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്? എൻഡോഗമി. ഒക്കെ മീകളാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോവരുത്. ആദ്യത്തത് എൻഡോഗമിയാണ് പറയുന്നത്. എൻഡോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാത്രം കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പറ്റുന്ന ഒന്നിനെയാണ് എൻഡോഗമി. അതൊരു നിയന്ത്രണമാണ് അല്ലെ, ഒരു നിയമമാണ് അത് അല്ലെ. നമുക്ക് തോന്നിയ പോലെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു തരികയാണ്. അപ്പൊ എൻഡോഗമി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് മാത്രം മാരേജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു നിയമമാണ് ഇത് എൻഡോഗമി എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ കാസ്റ്റ് പറയാം. ഓക്കെ, നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന ഇപ്പൊ ഇന്റർ കാസ്റ്റ് മാരേജുകളൊക്കെ ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് കാസ്റ്റ്, ഇപ്പോഴും കാസ്റ്റ് നോക്കി കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ കാസ്റ്റ് നിർബന്ധമാണ് എന്ന് പറയപ്പെടുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. എൻഡോഗമി അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് അവരുടെ കാസ്റ്റിൽ നിന്ന് മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം. നെക്സ്റ്റ് എക്സോഗമിയാണ് പറയുന്നത്. എക്സോഗമി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിൽ നിന്നുള്ള വിവാഹം മാത്രം എന്തില്ല, പറ്റില്ല. ഓക്കെ, സ്വന്തം ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വന്തം കാസ്റ്റിൽ നിന്നോ ഗ്രൂപ്പിൽ നിന്നോ വിവാഹം കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള പുറമേ, ഓക്കെ, അതായത് പുറത്തു നിന്നുള്ള എന്താണ് ഗ്രൂപ്പിൽ നിന്നും കല്യാണം കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻഡോഗമി, എക്സോഗമി റൂൾസ് ഓഫ് മാരേജിൽ വരേണ്ട പോയിന്റ് ആണ്. എൻഡോഗമി എന്ന് പറഞ്ഞാൽ സ്വന്തം കാസ്റ്റിൽ നിന്നും കല്യാണം കഴിക്കുന്നതാണെങ്കിൽ, എക്സോഗമി എന്ന് പറയുമ്പോൾ സ്വന്തം കാസ്റ്റിൽ നിന്നും മാത്രം കല്യാണം കഴിക്കാൻ പാടില്ല, പുറത്തു നിന്ന് എന്ത് ചെയ്യാം, കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരാം. ആ ഒരു അതായത് എൻഡോഗമിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് എക്സോഗമി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ 24 എയും ബിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 25ാമത്തെ എ ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ സോഷ്യൽ ഗ്രൂപ്പ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. ഏതൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പ് കൊടുത്തിട്ടുള്ളത്? സിനിമ ഓഡിയൻസ്, ടീനേജേഴ്സ്, മിഡിൽ ക്ലാസ്, ഫാമിലി.
അല്ലെ? അപ്പൊ ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 25ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താണ് ആൻസർ പറയേണ്ടതെന്ന് അറിയാം. ഫാമിലിയാണ് പറയേണ്ടത്. ഫാമിലി വെറുതെ പറയുന്നതല്ല, അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് സോഷ്യൽ ഗ്രൂപ്പിന്റെ. അപ്പൊ അതും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ മുകളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഉത്തരം എഴുതാനായിട്ട്. ഐഡന്റിഫൈ ദ സോഷ്യൽ ഗ്രൂപ്പ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് സാമൂഹ്യ ഗണത്തെ തിരിച്ചറിയുക എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ്, ഫാമിലിയാണ് അതിന് ഉത്തരവായിട്ട് വരിക. 25ാമത്തെ ക്വസ്റ്റിന് ഫാമിലിയാണ് ഉത്തരവായിട്ട് വരിക. എന്നിട്ടോ സാമൂഹ്യ ഗണത്തിന്റെ സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ടെക്സ്റ്റിനകത്ത് നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒന്നാമത്തത്, പെർസിസ്റ്റന്റ് ഇന്ററാക്ഷൻ ടു പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ദി ഗ്രൂപ്പ് എന്ന്. അതായത് ഗ്രൂപ്പിന്റെ ദൃഢത നൽകാൻ, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ദൃഢത നൽകാൻ നിരന്തരമായിട്ടുള്ള ഇടപെടൽ എന്നാ പറഞ്ഞത്. ഗ്രൂപ്പിന്റെ ദൃഢത എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉറപ്പ് അല്ലെ, എന്താ പറയാ, ദൃഢമായിട്ടുള്ള നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിന്റെ ആ ഒരു ഇത് നൽകാൻ എന്താണ്, നിരന്തരമായിട്ടുള്ള ഇടപെടൽ. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. രണ്ടാമത് എന്താ, സ്റ്റേബിൾ പാറ്റേൺ ഓഫ് ദീസ് ഇന്ററാക്ഷൻസ്, അല്ലെങ്കിൽ ഈ ഇടപെടലുകളുടെ സ്ഥിരമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇടപെടലുകളുടെ സ്ഥിരതയുള്ള ഒരു പാറ്റേൺ ആണ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത്തത് എന്താ, ഞാൻ ആ ഗ്രൂപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ പെട്ടതാണ് എന്ന ഒരു തോന്നൽ. ഞാൻ ഇന്നതിൽ തന്നെയാണ്, എസെൻസ് ബിലോങ് ടു ദ ഗ്രൂപ്പ് എന്നാ പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ പെട്ടത്, ഇന്ന ഗ്രൂപ്പിൽ പെട്ടതാണ് എന്നുള്ള ഒരു തോന്നൽ. നെക്സ്റ്റ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ആണ്, പൊതു താല്പര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അഞ്ചാമത്തത് കോമൺ നോംസ് ആൻഡ് വാല്യൂസ്, അതായത് പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളും മൂല്യങ്ങളും എന്നാ പറയുന്നത്. പിന്നെ ഒരു ഡെഫിനറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നിശ്ചിതമായിട്ടുള്ള ഒരു ഘടന എന്ന് പറയും. അപ്പൊ ഈ ഒരു 5-6 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ടെക്സ്റ്റിനകത്തുണ്ട്. അതിൽ ഒരു 4-5 നിങ്ങൾ പഠിച്ചു. ഇനി 6 നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഒരു 4-5 പഠിച്ചിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് ഒരു 4 നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവുക എന്നുള്ള. അതിന് മാർക്ക് നോക്കിയേ, 3 ഓക്കെ, അപ്പൊ 3 ഒരിക്കലും പഠിച്ചിട്ട് പോകരുത്. 3 എഴുതാൻ പറഞ്ഞു. അപ്പൊ ഓരോ ക്യാരക്ടറിസ്റ്റിക്കിനും ഓരോരോ മാർക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് 3 അല്ലെങ്കിൽ 4 വെച്ച് പഠിച്ചു പോകരുത്. ഇപ്പൊ ഒരു 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 4 പോയിന്റ് ഇട്ട്. ഓക്കെ, അപ്പൊ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊന്ന് അവിടെ സാധനം നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ 4 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 4 പോയിന്റ് കറക്റ്റ് ചെയ്താണ്ട് 5 പോയിന്റ് 6 പോയിന്റ് എന്ത് ചെയ്യുക, എഴുതി വെച്ചോളൂ. അപ്പൊ അതിലിപ്പോ 1-2 തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എത്ര പോയിന്റ് ഉണ്ട് അവിടെ, ഓക്കെ, സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കരുത്. മാർക്ക് പോവാൻ ഒരു അവസരം നമ്മൾ കൊടുക്കരുത് എന്നുള്ളത് നമ്മൾ അവകാശമാണ്. അവകാശം എന്നല്ല, നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ് എന്ത് മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ അത് പാഴാക്കി കളയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ 25ാമത്തെ A and B ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി 26ാമത്തെ ചോദ്യം നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി ആൻഡ് സൈക്കോളജി. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈക്കോളജി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിൽ സോഷ്യോളജി, അതായത് സോഷ്യോളജി മറ്റുള്ള വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട് ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസം പറയുന്നുണ്ട്, സൈക്കോളജി സോഷ്യോളജി പറയുന്നുണ്ട്, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഏതെങ്കിലും 2-3 ഒക്കെ പഠിച്ചു വെച്ചിട്ട് പോവുക. അതെന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജിയും ഇപ്രകാരമുള്ള എന്താണ് വിഷയങ്ങളും തമ്മിൽ എപ്രകാരമാണ് കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഹിസ്റ്ററി ആണ് അല്ലെ. അപ്പൊ ഹിസ്റ്ററി നോക്കിയേ, അതായത് ഹിസ്റ്ററിയും അതേപോലെ തന്നെ സോഷ്യോളജി രണ്ടും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യ സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനം തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഹിസ്റ്ററിയുടെ പ്രത്യേകത എന്താ, അത് പാസ്റ്റ് ആണ് അല്ലെ, പാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സ്വഭാവ വികാസങ്ങളൊക്കെയാണ് അത് വർണ്ണിച്ചു പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇത് പറയുന്നത്. ഭൂതകാല സംഭവങ്ങൾ പഠിക്കുന്നു, അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളിലൂടെ അവയുടെ സാധ്യതകളെ അവർ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, രേഖകൾ കൊണ്ട് ശാസ്ത്രീയമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ സോഷ്യോളജിയുടെ കണ്ണിൽ നമുക്കറിയാം സാമൂഹികമായ ഘടനകൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, ബന്ധങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യവസ്ഥകളൊക്കെയാണ് ഇത് വിശകലനം ചെയ്യുന്നത് അല്ലെ. സാഹചര്യത്തിൽ തികച്ചും ശാസ്ത്രീയ രീതിയിലാണ് അത് വിശകലനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഹിസ്റ്ററിയും അതുപോലെ തന്നെ സോഷ്യോളജി തമ്മിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് സൈക്കോളജിയും അതുപോലെ തന്നെ സോഷ്യോളജിയും തമ്മിലുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, മനഃശാസ്ത്രമാണ് അല്ലെ.
ഹിസ്റ്ററി ചരിത്രമാണെങ്കിൽ സൈക്കോളജി മനഃശാസ്ത്രമാണ്. അപ്പൊ നമുക്കറിയാം വ്യക്തിയെയാണ് എന്ത് ചെയ്യുന്നത് സൈക്കോളജി പഠിക്കുന്നത്. അതേപോലെ തന്നെ വ്യക്തിയുടെ പെരുമാറ്റത്തെ പഠിക്കുന്നു, മാനസിക പ്രക്രിയ. സോഷ്യോളജിക്കകത്ത് വന്നു കഴിയുമ്പോൾ സമൂഹത്തെയാണ്, സാമൂഹിക മാറ്റം, സാമൂഹിക പ്രക്രിയയെ കുറിച്ചൊക്കെയാണ് അത് പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അത് രണ്ടും കോൺട്രാസ്റ്റ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നാ പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി മാത്രം എഴുതരുത്, അത് സോഷ്യോളജിയുമായിട്ട് അല്ലെങ്കിൽ സോഷ്യോളജിയും അതും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നുള്ളതാണ് എഴുതുന്നത്. ഇനിയിപ്പോ എ ബി എന്ന് പറയുന്ന ഹിസ്റ്ററി സൈക്കോളജി നിങ്ങൾ കണ്ടു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, അതിനുള്ള മാത്രം ഡെഫിനിഷൻ കൊടുക്കരുത്. അത് സോഷ്യോളജിയുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് എഴുതുക. അത് പ്രകാരം വ്യത്യസ്തമായിരിക്കും, വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അത് ഹിസ്റ്ററി ഇന്നതാണെങ്കിൽ സോഷ്യോളജി ഇന്നതാണെന്ന് പറഞ്ഞിട്ട് രണ്ടും എന്ത് ചെയ്യണം, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വൃത്തിയായിട്ട് എഴുതി വെച്ചോളുക. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ആൻസർ എനി 2 questions from 27 to 29. 27 to 29 നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പൊ നോക്കിയ മാർക്ക് നോക്കിക്കൊള്ളാണ്ട് വലിയ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് വരുന്ന ഭാഗമാണ്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ള അതായത് 8 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ, രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ 16 മാർക്ക് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ മതി, 8 മാർക്കിന്റെ ചോദ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ നോക്കി, ഇതാണ് നമ്മൾ ഏറ്റവും സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ഏറ്റവും സ്കോർ ചെയ്യേണ്ടത്. അപ്പൊ ചിലൊരു പ്രത്യേകത അല്ലെങ്കിൽ ചിലരുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല്, ക്വസ്റ്റ്യൻസ് ബാക്കിയൊക്കെ ഇങ്ങോട്ടേക്ക് എഴുതും. അതായത് ഇപ്പൊ 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു 4 മാർക്കിന്റെ ചോദ്യം 2, 3, 3.5 പേജ് വരെയൊക്കെ അങ്ങോട്ടേക്ക് എഴുതും. ഓക്കെ, എന്നിട്ടോ ലാസ്റ്റ് 8 മാർക്കിന്റെ ചോദ്യം എഴുതാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഞാൻ എപ്പോഴും പറയാറ്, ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. 4 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുതിയാൽ മതി. എന്നാൽ മാത്രമേ 8 മാർക്കിന്റെ നമുക്ക് അത്യാവശ്യം വാരി വലിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴായാലും സമയം കീപ്പ് ചെയ്തിട്ട് എഴുതിക്കോളാം. എന്നിട്ട് ഈ എസ്സേ ക്വസ്റ്റ്യൻസ് എഴുതാൻ കുറച്ച് അധിക സമയം നിങ്ങൾ മാറ്റി വെച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സ്കോർ നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ആദ്യം എസ്സേ എഴുതുക, എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ ആൻസർ എഴുതുക. എങ്ങനെയായാലും 8 മാർക്കിനുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എഴുതാൻ നിങ്ങൾക്ക് സമയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, 27ാമത്തെ ചോദ്യം എന്താ, ക്ലാസിഫൈ വേരിയസ് ഫോംസ് ഓഫ് ഫാമിലി. അല്ലെ, കുടുംബം. എന്താണ് കുടുംബം? അതിന് വേരിയസ് ഫോംസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രൂപങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എന്തൊക്കെയാ, വിവിധ സമൂഹങ്ങളിൽ വൈവിധ്യമാർന്ന കുടുംബ രൂപങ്ങൾ കാണപ്പെടുന്നു എന്നാ പറയുന്നത്. ഓക്കെ, വിവിധ സമൂഹം അല്ലെങ്കിൽ സമൂഹം, വ്യത്യസ്ത തരത്തിലുള്ള സമൂഹങ്ങൾ. അപ്പൊ ഇവിടെയുള്ള സമൂഹം ആവില്ല, ഇപ്പൊ നിങ്ങളുടെ ചുറ്റുപാടും ഇവിടുത്തെ ചുറ്റുപാടും ഒരേപോലെ ആവില്ല. അപ്പൊ അത്തരത്തിലുള്ള സമൂഹങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ വൈവിധ്യമാർന്ന ഒരു കുടുംബ രൂപങ്ങൾ കാണപ്പെടുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ മാരേജ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, വിവാഹം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കുടുംബങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാക്കി തിരിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതൊന്നും മാറിപ്പോയത്, വിവാഹത്തിന് വേറെ കുടുംബത്തിന് വേറെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഫാമിലി രണ്ടാക്കി തിരിക്കുന്നുണ്ട്. എന്താണ്, ഒന്ന് മാട്രിലോക്കൽ ഫാമിലീസ് ആൻഡ് പാട്രിലോക്കൽ ഫാമിലീസ്. മാട്രിലോക്കലും പാട്രിലോക്കലും. എന്താ ഈ മാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ, മാതൃസ്ഥാനീയ കുടുംബാണ്. പാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ പിതൃസ്ഥാനീയ കുടുംബങ്ങൾ. അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, മാട്രിലോക്കൽ ഫാമിലീസും അതേപോലെ തന്നെ പാട്രിലോക്കൽ ഫാമിലീസും. ഓക്കെ, ഇനിയോ, അപ്പോ അക്കോർഡിംഗ് ടു മാട്രിലോക്കൽ എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ, നവദമ്പതിമാർ സ്ത്രീയുടെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ അതെന്താണ്, മാട്രിലോക്കൽ ആണ്. ഓക്കെ, മാട്രിലോക്കൽ ഫാമിലീസ് ആൻഡ് പാട്രിലോക്കൽ ഫാമിലീസ്. ഓക്കെ, അപ്പോ മാട്രിലോക്കൽ സംബന്ധിച്ച്, മാട്രിലോക്കൽ ഫാമിലീസ് എന്ന് പറയുമ്പോൾ നവദമ്പതിമാർ, അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ നവദമ്പതിമാര് സ്ത്രീയുടെ മാതാപിതാക്കളുടെ കൂടെ അല്ലെങ്കിൽ പെണ്ണിന്റെ അച്ഛനമ്മയുടെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ, താമസിക്കുന്നതാണെങ്കിൽ അതെന്താണ്, മാട്രിലോക്കൽ ആണ്. ഇനി പാട്രിലോക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും, കല്യാണം കഴിഞ്ഞ നവദമ്പതിമാര് പുരുഷന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ്, പാട്രിലോക്കൽ തന്നെയാണ് അല്ലെ. അതെ, തീർച്ചയായിട്ടും പിതൃസ്ഥാനീയ കുടുംബങ്ങൾ തന്നെയാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ പോകും, പുരുഷന്റെ കൂടെ പോകും. പുരുഷന്മാരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് നമ്മൾ നിൽക്കാറ്. അപ്പൊ അത് തികച്ചും എന്താണ്, പാട്രിലോക്കൽ. പക്ഷെ പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ സമ്പ്രദായം ഉണ്ട് കേട്ടോ, മാതൃസ്ഥാനീയ കുടുംബങ്ങൾ ഉണ്ട്. അതായത് പണ്ട് ഹിന്ദുസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നായർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളൊക്കെ ഒരു മാട്രിലോക്കൽ ഫാമിലി അവർ അതായത് തുടർന്നു പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീയുടെ മാതാപിതാക്കളുടെ കൂടെയാണ് നവദമ്പതിമാർ, ചെക്കനും പെണ്ണും നിൽക്കുന്നത് സ്ത്രീകളുടെ
വീട്ടിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ എന്താണ് നിലനിന്ന് പോരുന്നത് എന്താണ് പാട്രിലോക്കൽ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ മാട്രിലോക്കലും പാട്രിലോക്കലും ഫാമിലി രണ്ടായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, അതോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ടാക്കി തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അധികാരം, അതോറിറ്റി, പവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് അധികാരം? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആർക്കാണ് അധികാരം? അമ്മയ്ക്കാണോ അച്ഛനാണോ? അല്ലെങ്കിൽ കൂടുതൽ പവർ ഉള്ളത് അമ്മയ്ക്കാണോ അച്ഛനാണോ? ഒന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ ഭൂരിഭാഗം പേർക്കും പറയാൻ മനസ്സിൽ തോന്നുന്ന കാര്യം ആരാണ്? അച്ഛനാണ്, അല്ലെ? നമ്മളെ ഗുരുനാഥൻ എന്ന് പറയുന്ന അച്ഛൻ തന്നെയാണ് എന്താ ഓരോ കുടുംബങ്ങളിലെ ശക്തി എന്ന് പറയുന്നത്. അത് നമ്മളുടെയൊക്കെ അച്ഛന്മാരാണെന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഉപ്പമാരാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഈ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ടാക്കി തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാ അത്? ഒന്ന് പാട്രിയാർക്കൽ, ദെൻ മാട്രിയാർക്കൽ. ഈ പാട്രിയാർക്കൽ സൊസൈറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മുന്നൊക്കെ കേട്ട് പരിചയമുള്ള വാക്കാണ് എന്ത്? പാട്രിയാർക്കൽ, അല്ലെ? പുരുഷ മേധാവിത്വം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ പുരുഷാധിപത്യ കുടുംബം, പാട്രി ആർക്കൽ. നെക്സ്റ്റ് മാട്രിയാർക്കൽ, അതെന്താണ്? മാതൃപത്യ അല്ലെങ്കിൽ മാതൃാധിപത്യ കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയാം. അപ്പൊ പാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം എന്താണ്? മേധാവിത്വം, കൂടുതൽ ഡൊമിനൻസ് ആരാണ്? ആർക്കായിരിക്കും? പുരുഷന്മാർക്കായിരിക്കും. മാട്രിയാർക്കൽ ആണെന്നുണ്ടെങ്കിലോ കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആരാണ്? വുമൺ ആയിരിക്കും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഫാമിലിയെ രണ്ടാക്കി തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മാട്രിലോക്കലും പാട്രിലോക്കലുമാണ്. അതോറിറ്റിയുടെ അല്ലെങ്കിൽ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ടാക്കി തിരിക്കുന്നതാണ് എന്ത്? പാട്രിയാർക്കലും മാട്രിയാർക്കലും. അത് രണ്ടും മാറിപ്പോവരുത്. ഓക്കെ, അത് അതേപോലെ തന്നെ പഠിച്ചു വെച്ചോളാം. പാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ പുരുഷാധിപത്യമാണ്, അല്ലെങ്കിൽ പുരുഷനാണ് കാര്യങ്ങള് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്നത് അവരാണ്. പാട്രിയാർക്കൽ ആവുമ്പോൾ എന്താണ്? അത് അല്ലെങ്കിൽ അമ്മമാർക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം എന്നുള്ളതാണ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് ആയി കഴിഞ്ഞാൽ കൂടുതൽ ഡൊമിനൻസ് ഒക്കെ ആർക്കാണ്? അമ്മമാർക്ക്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 27ാമത്തെ എ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ബി ക്വസ്റ്റ്യൻ, ഹൗ ദ ഫാമിലീസ് ആർ ലിങ്ക്ഡ് ടു അതർ സോഷ്യൽ സ്ഫിയേഴ്സ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് മറ്റു സാമൂഹ്യ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളുടെ മാറ്റം, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മേഖലയുമായിട്ട് കുടുംബങ്ങൾക്ക് എന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ലിങ്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കേ, മൂന്നാമത്തെ ചോദ്യം നോക്കി, ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോദ്യം വരുന്ന വരവ് എങ്ങനെയാന്ന് കണ്ടോ നിങ്ങള്? അപ്പൊ ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് പറയുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക? ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ്? എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് മറ്റ് സാമൂഹ്യ മേഖലകള്, എങ്ങനെയൊക്കെയാണ് ഇത് ബന്ധപ്പെടുന്നത് നോക്കി നോക്കിയേ. അതായത് ഇപ്പൊ നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്നത് പലപ്പോഴും സാമ്പത്തികമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ പോലുള്ള മറ്റു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ എന്താണ്? വ്യത്യസ്തപ്പെടുന്ന ഒന്നാണ്. അത് തികച്ചും വേറിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സാമ്പത്തികമോ രാഷ്ട്രീയമോ പോലുള്ള മറ്റ് മേഖലകൾ. അപ്പൊ അത്തരത്തിലുള്ള മേഖലയാണ് ഇവിടെ സാമൂഹ്യ മേഖല എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ്? തികച്ചും വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എന്ത്? നമ്മുടെ ഈ ഒരു ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ മാക്രോ എക്കണോമിക് പ്രക്രിയകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രക്രിയകൾ കുടുംബത്തിലും അതേപോലെ തന്നെ ബന്ധുത്വം അല്ലെങ്കിൽ കിൻഷിപ്പ് അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഓരോ മാറ്റവും അല്ലെങ്കിൽ ഓരോ മാറ്റത്തിന്റെ ദിശ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രദേശങ്ങൾക്കും ഒക്കെ എന്താണ്? ഒരുപോലെ ആവണമെന്നില്ല. അത് എന്താണ്? സമാനമായിരിക്കണം, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ മാറ്റം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞ എന്നാൽ മാറ്റങ്ങളുടെ ദിശ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ രാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടല്ലോ, ഇവിടെ ഈ ഒരു മാറ്റങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമ്പത്തെ സിറ്റുവേഷന്റെ ആ ഒരു കംപ്ലീറ്റ് ഇറോഷൻ എന്നുള്ളതല്ല, മറിച്ച് എന്താണ്? മാറ്റങ്ങളും തുടർച്ചയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, മാറ്റങ്ങളും തുടർച്ചയും എന്താണ്? ഒരുമിച്ച് നിലനിൽക്കുന്നു. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇറോഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ട്. മാറ്റങ്ങളോ പുതിയ തുടക്കങ്ങളൊക്കെ ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യാം? ടെക്സ്റ്റിനകത്തുണ്ട്, വായിച്ചു നോക്കിക്കോളൂ. ആ ഭാഗമൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. കാരണം അതൊക്കെ ഇങ്ങനെ വായിച്ചു വിട്ട് അല്ലെങ്കിൽ വായിച്ചെടുക്കേണ്ട കാര്യങ്ങളാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മള് തള്ളിക്കളയുന്ന ഭാഗങ്ങളാണ്. പക്ഷെ അതും ചോദ്യം വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 27ാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ എന്താണ്? കുടുംബം എത്രത്തോളം ലിംഗഭേദമാണെന്നാ ചോദ്യം. ഹൗ ജെൻഡേർഡ് ഇസ് ദ ഫാമിലി എന്നാണ് ചോദ്യം. 2 മാർക്കിന്റെ ചോദ്യം. അപ്പൊ 2 മാർക്ക് അനുസരിച്ച് എന്ത് ചെയ്താൽ മതി? ഉത്തരം എഴുതിയാൽ മതി. എങ്ങനെയാണ്
എങ്ങനെയാണ് ലിംഗഭേദം എന്നൊക്കെ അല്ലെങ്കിൽ കുടുംബം എത്രത്തോളം ലിംഗഭേദമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം, ലിംഗം എന്താണ്, ലിംഗഭേദമാണെന്ന് പറയുമ്പോ എന്താലോചിച്ചാൽ മതി നിങ്ങള്, ഇത്ര ആലോചിച്ചാൽ മതി. അതായത് ഇപ്പൊ എന്താണ് നമുക്ക് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കൂടുതൽ വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടി മാതാപിതാക്കളെ എന്താണ് പിന്തുണയ്ക്കണം, അങ്ങനെയാണല്ലോ പറയാ. അല്ലെങ്കിൽ വിവാഹശേഷം പെൺകുട്ടികൾ എന്താണ് പുറത്തേക്ക് പോകേണ്ട ആളുകളാണ്, അല്ലെ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയല്ലേ? അപ്പൊ ഹൗ ജെൻഡേർഡ് ഈസ് എ സൊസൈറ്റി, അല്ലെങ്കിൽ കുടുംബം എത്രത്തോളം ലിംഗഭേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് ഇത് വന്നാൽ മതി. ഇപ്പോ വലുതായി കഴിഞ്ഞാൽ എന്താണ്, പെൺകുട്ടികൾ കല്യാണം കഴിച്ചു പോകുന്നു, ആൺകുട്ടികൾ എന്താണ് അമ്മയെയും അച്ഛനെയും നോക്കേണ്ട അവസ്ഥ, പെൺകുട്ടികൾ വേറെ വീട്ടിലേക്ക് പോയി അവിടുത്തെ അമ്മയെയും അച്ഛനെയും നോക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോ, ഇപ്പോ നോക്കി നിങ്ങള്, നമുക്ക് തെലുങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? അതായത് പെൺമക്കളെ വളർത്തുന്നത് മറ്റൊരാളുടെ മുറ്റത്ത് ചെടി നനയ്ക്കുന്നതിന് തുല്യമാണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പെൺകുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമുക്കത് മനസ്സുകൊണ്ട് അത്ര വലിയ ഇഷ്ടാവാത്ത ഒരു പഴഞ്ചൊല്ലാണ് അത്, അല്ലെ? കാരണം പെൺമക്കളെ വളർത്തുന്നത് മറ്റൊരാളുടെ മുറ്റത്ത് ചെടി നനയ്ക്കുന്നതിന് തുല്യമാണെന്നാ പറയുന്നത്. അതായത് കുടുംബത്തിന് അവരെ കൊണ്ട് എന്തില്ല, ഒരു ഉപകാരവും ഇല്ല, മറ്റൊരാളുടെ കുടുംബത്തിനാണ് അവരെ കൊണ്ട് ഉപകാരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആൺകുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എന്താണ് ഇത് പാരന്റ്സ്, ഈ ഒരു പഴഞ്ചൊല്ല് ആൺകുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാരന്റ്സിനെ നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ബയോളജിക്കലി പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെക്കാൾ എന്താണ് അതിജീവനത്തിനുള്ള സാധ്യത കൂടുതലാണെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികളുടെ ശിശുമരണ നിരക്ക് ഇപ്പൊ ഇന്ത്യയിലെ താഴ്ന്ന പ്രായത്തിലുള്ള ആൺകുട്ടികളെക്കാൾ കൂടുതലാണെന്നൊക്കെ പറയാം. അത് അങ്ങനെ ഒരു പട്ടികയൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വിശദീകരിച്ച് വിശകലനം ചെയ്ത് നിങ്ങളുടെ എങ്ങനെയാണോ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതന്നെ ഉള്ളൂ. അപ്പൊ ഈ എത്രത്തോളം ലിംഗഭേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പൊ വലുതായി കഴിഞ്ഞാൽ ആൺകുട്ടികൾ എന്താണ് കല്യാണം അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും നോക്കേണ്ട ഒരു അവസ്ഥ, പെൺകുട്ടികൾ എന്താണ് കല്യാണം കഴിഞ്ഞ് പോകും. അപ്പൊ അവർക്ക് ഫാം എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റൊരാളുടെ കുടുംബത്തിൽ പോയി കഴിയേണ്ട ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 27ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഇത് അറിയുമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഉത്തരം എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇപ്രകാരം പഠിച്ചിട്ട് പോവുക. ഇനി 28ാമത്തെ ചോദ്യം നോക്കി, എന്താണ്, ഡിസ്കസ് how the intellectual ideas and material issues contributed for the emergence and growth of sociology. എന്താണ് ചോദ്യം നോക്കിയേ, 28ാമത്തെ ചോദ്യം നോക്കിയേ, എന്താ, സമൂഹശാസ്ത്രത്തിന്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും കാരണമായ ഭൗതിക ആശയങ്ങളും ഭൗതിക പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ട്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോ ഇത് വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടും ഇന്റലക്ച്വൽ ഐഡിയാസും അതുപോലെ തന്നെ മെറ്റീരിയൽ ഐഡിയാസും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇന്റലക്ച്വൽ ഐഡിയാസ് എന്താ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോവാം, ഇത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇന്റലക്ച്വൽ ഐഡിയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, തിയറി ഓഫ് എവല്യൂഷൻ നമ്മൾ ഉൾപ്പെടുത്തണം. എസ് എ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് ആ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ പോരാ. എൻലൈറ്റൻമെന്റ് ആയാലും തിയറി ഓഫ് എവല്യൂഷൻ ആയാലും ജസ്റ്റ് ആ പോയിന്റ് വെച്ച് എഴുതിയാൽ പോരാ, എല്ലാം എലാബറേറ്റ് ചെയ്ത് എഴുതണം. നോക്കി, ഇന്റലക്ച്വൽ ഐഡിയാസിൽ എന്തൊക്കെയാണ് വരിക, തിയറി ഓഫ് എവല്യൂഷൻ പറയണം, ഡാർവിൻ ഐഡിയ അബൌട്ട് ഓർഗാനിക് എവല്യൂഷൻ, ഡാർവിന്റെ ആ ഒരു തിയറി പറയണം, പിന്നെ എൻലൈറ്റൻമെന്റ് പറയണം, പിന്നെയോ സോഷ്യൽ സർവേകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയണം, ഇന്റലക്ച്വൽ ഐഡിയാസിൽ പറയണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്റലക്ച്വൽ ഐഡിയാസിൽ തിയറി ഓഫ് എവല്യൂഷൻ വരുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിയറി ഓഫ് എവല്യൂഷൻ എങ്ങനെയൊക്കെ ആദ്യം ഈ നാടോടി സമൂഹങ്ങൾ, പിന്നീട് അത് ഇടയ കർഷക സമൂഹങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കാർഷിക വ്യവസായികേതര സമൂഹങ്ങളായിട്ട് മാറി. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ ഇനി ഞാൻ പറയുന്നില്ല. പിന്നെ അതേപോലെ എൻലൈറ്റൻമെന്റ് എന്ന് പറയുമ്പോൾ ആളുകളിൽ എന്താണ് മാറ്റങ്ങൾ വന്നു, ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, ആളുകൾക്ക് സംശയങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. പല കാര്യങ്ങളും ജ്ഞാനോദയമാണ് എൻലൈറ്റൻമെന്റ്, അല്ലെ? അതായത് 17 to 18 ആ ഒരു സെഞ്ചുറിയിലെ യൂറോപ്യൻ വൈദിക പ്രസ്ഥാനം എന്നൊക്കെ നമുക്ക് ജ്ഞാനോദയത്തെ പറയാം. അപ്പൊ അത് ആളുകൾക്ക് പല കാര്യങ്ങൾ ആളുകൾ പഠിക്കാൻ തുടങ്ങി, സംശയം വന്നു തുടങ്ങി, ചോദ്യം ചെയ്യാൻ പെടാൻ തുടങ്ങി എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയൊക്കെ സോഷ്യോളജി അങ്ങനെയൊക്കെയാണ് സോഷ്യോളജി ഉത്ഭവിക്കാൻ കാരണം. അതായത് സോഷ്യോളജി ഉണ്ടാവാനുള്ള കാരണം അത്തരത്തിലുള്ള ഇന്റലക്ച്വലും അതുപോലെ തന്നെ മെറ്റീരിയൽ ഇഷ്യൂസ് ഒക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്റലക്ച്വൽ ഐഡിയാസ് അതിന്റെ താഴെ ഇത്രയും പറയുന്ന കാര്യങ്ങൾ, മെറ്റീരിയൽ ഐഡിയ വേറെ ഉണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്യൂസ് വേറെ ഉണ്ട്. അപ്പൊ അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അപ്പൊ ജ്ഞാനോദയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആളുകൾക്ക് എന്താണ് ചിന്തിക്കാൻ തുടങ്ങി, അവർ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, ഗ്രോത്ത് ഓഫ് സോഷ്യോളജിക്ക് ഇത് കാരണമായി. ഈ സോഷ്യൽ സർവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ സോഷ്യൽ സർവേ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അത്
കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമായി, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടാൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ അവർക്ക് എന്ത് ചെയ്തു, ഈ ഒരു സർവേ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ മനുഷ്യ പ്രതിഭാസങ്ങളെ തരംതിരിക്കാനും അതുപോലെ തന്നെ അളക്കാനും ഒക്കെ കഴിയും എന്ന് ഈ സോഷ്യൽ സർവേ കൊണ്ട് കഴിയും എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് മെറ്റീരിയൽ ഇഷ്യൂവിലേക്ക് വന്നു കഴിയുമ്പോൾ, മെറ്റീരിയൽ ഇഷ്യൂ ആകെ ഒരു ഇഷ്യൂ പറയുന്നുള്ളൂ, എന്താ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്തൊക്കെയായിരുന്നു, വ്യവസായിക വിപ്ലവം, ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, മുതലാളിത്തം, പുതിയ സ്ഥാപനങ്ങൾ, എന്താണ് മുതലാളിത്തം, പുതിയ സ്ഥാപനങ്ങളുടെ മനോഭാവം ഒക്കെ സൃഷ്ടിച്ചു അല്ലെ. മുതലാളിത്തം ഒന്നോട് കൂടിയിട്ട് പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടായതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മനോഭാവമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ വിപണികൾ വളർന്നു, പിന്നെ ഈ അധ്വാനം അല്ലെങ്കിൽ എന്താണ് ചരക്കുകളായി എന്നാ പറയാം. അപ്പൊ അധ്വാനത്തിന് നമ്മുടെ പ്രാധാന്യം ഇല്ലാണ്ട് വെറും എന്തായി, ചരക്കുകളായിട്ട് മാറി, പണം മാത്രമായി എന്നാ പറയുന്നത്. പണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പണം മുന്നിൽ കണ്ടുകൊണ്ട് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് മാറി എന്നുള്ളതൊക്കെയാണ്. പിന്നെയോ വലിയ രീതിയിൽ തന്നെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത്. ആളുകൾക്ക് നല്ലതും അതേ ഒരേ സമയം ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒന്നായിരുന്നു. ഓക്കെ, ലാഭം മാത്രം അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എന്നുള്ള ആ ഒരു അത് മാത്രമാണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ ഇഷ്യൂല് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്ത് എഴുതിക്കോളുക. അത് അത്യാവശ്യം എഴുതാനുണ്ട്, 8 മാർക്കുള്ള ചോദ്യം അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, അത് എഴുതാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് അത്രയുള്ളൂ. അതിന് എയും ബി ഒന്നും ഇല്ല, അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഇതിന് ഉത്തരവും എഴുതാവുന്നതാണ് നിങ്ങൾക്ക്. ഇനി നമ്മുടെ ഇനി എല്ലാവരും ഒന്ന് ബ്രീത്ത് എടുത്തേ, കുറെ നേരമായി ഇത് അല്ലേ. ഒരു 2 സെക്കൻഡ് ഒന്ന് ഫ്രീ ആയിക്കേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ബ്രീത്ത് ചെയ്തേ. ഇനി 29ാമത്തെ ചോദ്യം എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ് വന്നിരിക്കുന്നത്, എന്താണ്, ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കണ്ടോ, ഡിഫൈൻ എന്ന് പറയുന്നതിനൊക്കെ എന്താണ് 2 മാർക്കേ അവർ തരുന്നുള്ളൂ. അപ്പൊ ഡിഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ മാത്രം എഴുതുക, വേറെ ഒരു കാര്യം ഒഴിപ്പ് തൊങ്ങലും വെച്ച് നിങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ആ ഡിഫൈൻ ചെയ്താൽ മാത്രം മതി 2 മാർക്കിലുള്ളത്. അപ്പൊ എന്താ നമുക്ക് ഈ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താ ഒരു ഡെഫിനിഷൻ കൊടുക്കാം. സമൂഹത്തിലെ ഗ്രൂപ്പുകൾ തമ്മിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വത്തെയാണ് എന്ത് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഗ്രൂപ്പുകൾ തമ്മിൽ നിലനിൽക്കുന്ന സംഘടനാപരമായ അസമത്വങ്ങൾ എന്ന് പറയാം. അപ്പൊ അതൊരു അസമത്വമാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സംഘടനാപരമായ അസമത്വത്തെയാണ് എന്ത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത്ര എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ 2 മാർക്ക് നിങ്ങളുടെ ആൻസർ ഷീറ്റിനകത്ത് വീഴുന്നതായിരിക്കും. ഓക്കെ, അത്ര മാത്രമേ വേണ്ടുള്ളൂ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ലിസ്റ്റ് വേരിയസ് സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റഡ് ഇൻ ഹ്യൂമൻ സൊസൈറ്റീസ്. എന്താ പറയുന്നത്, ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, അതായത് ഇറ്റ് ഹാവ് എക്സിസ്റ്റഡ് ഇൻ ഹ്യൂമൻ സൊസൈറ്റീസ് അല്ലെ. അപ്പൊ ഇനി അതിൽ പറയുമ്പോൾ നമുക്ക് ഒന്നാമത് പറയാം എന്ത്, അടിമത്വം പറയാം, നെക്സ്റ്റ് എന്താ പറയാ, കാസ്റ്റ് പറയാം, പിന്നെ എസ്റ്റേറ്റ് പറയാം, ക്ലാസ് പറയാം. ഇത്തരത്തിലുള്ള 4 കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. വേരിയസ് സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റഡ് ഇൻ ഹ്യൂമൻ സൊസൈറ്റീസ് എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള എന്താണ് വേരിയസ് സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങൾ എഴുതണം. ഇതാണ് ആ വേരിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്, ഒന്ന് അടിമത്തം, സ്ലേവറി പറയാം, നെക്സ്റ്റ് കാസ്റ്റ് എന്ത് ജാതി, എസ്റ്റേറ്റ് പറയാം, അതേപോലെ തന്നെ ക്ലാസും പറയാം, വർഗവും പറയാം. ഓക്കെ, അപ്പൊ അടിമത്തത്തിൽ എന്തൊക്കെയാ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് അടിമകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ, പണ്ട് അടിമത്വമായിരുന്നു, അല്ലെങ്കിൽ ഈ അടിമത്വം വളരെ നിലനിന്ന് പോകുന്ന ഒരു നല്ലൊരു സംഭവം തന്നെയാണ് അടിമത്വം. അപ്പൊ ഈ അടിമത്വം എന്ന് പറയുമ്പോൾ അടിമകൾക്ക് എന്താണ്, അവകാശമില്ല എന്നുള്ളതാണ്. അതായത് അവരെ എന്താണ്, അതായത് ഇപ്പൊ അവര് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓണേഴ്സിന്റെ അവകാശം എന്നുള്ള നിലയ്ക്കൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്. അത് കാരണം എന്താ, അവർക്ക് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ അവകാശങ്ങളും അതേപോലെ തന്നെ വേറെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയോ, പിന്നെ മാത്രമല്ല കുട്ടികളൊക്കെ എന്താണ് കൂലിപ്പണിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്ലേവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്ലേവറി എന്ന് പറയുമ്പോൾ അത് ഓണേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അടിമത്വം അല്ലെങ്കിൽ അടിമകൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മുതലാളികളുടെ ഒക്കെ ഒരു പ്രോപ്പർട്ടി, അതായത് അവർക്ക് അവകാശപ്പെട്ടതാണോ അത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം പണിയെടുപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള
വേതനവും ഇല്ല, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് കാസ്റ്റ് ആണ്. കാസ്റ്റ് നമുക്ക് അറിയാം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുന്നേ പഠിച്ചിട്ടുണ്ട്. കാസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് വ്യക്തിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത് എന്താണ്? ജാതിയാണ്. അതുപോലെ തന്നെ ജനനമാണ് എന്ത് കാസ്റ്റ് തീരുമാനിക്കുന്നത്. മാത്രമല്ല അത് നേടിയെടുത്തതല്ല എന്നുള്ളതൊക്കെയാണ് പറയേണ്ട കാര്യം. അപ്പോ ലാസ്റ്റ് വരുന്ന എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്യൂഡൽ സിസ്റ്റം, അല്ലെങ്കിൽ യൂറോപ്പിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വിഭജനം, ഒരു ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രകാരം നമ്മുടെ സൊസൈറ്റിയെ മൂന്നാക്കി തിരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നൊബിലിറ്റി, ക്ലർജി, കോമൺ എന്നൊക്കെ പറഞ്ഞ നൊബിലിറ്റി ഏറ്റവും മുകളിൽ, പിന്നെ ക്ലർജി, അങ്ങനെ നൊബിലിറ്റി, ക്ലർജി, കോമൺ മെൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തിരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് ഡിവിഷൻസ് ആണ്. ഉയർന്നവര്, താഴ്ന്നവര്, ഏറ്റവും താഴെ കിടയിൽ പെട്ടവര്, അങ്ങനെ. അപ്പൊ അത്തരത്തില് ഡിവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എസ്റ്റേറ്റ് എന്ത് ചെയ്യുക, അത് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്ലാസ് ആണ് വരുന്നത്. ക്ലാസ് എന്താണ്? വർഗമാണ് അല്ലെ. അത് എന്താ കാസ്റ്റ് പോലെയൊന്നും അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതിന് കൂടുതൽ പ്രത്യേകിച്ച് നമ്മളെ കയ്യിൽ എഴുതാൻ പറ്റുന്ന ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരിക്കും, അത് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? അതിന് വ്യത്യസ്ത തരത്തിലുള്ള സിസ്റ്റം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്താണ്? അടിമത്വം, കാസ്റ്റ്, എസ്റ്റേറ്റ്, ക്ലാസ്. അപ്പൊ ഇതും വൺ വേർഡ് ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വേറെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നതായിരുന്നു ഈ ഒരു അടിമത്വം, അതേപോലെ തന്നെ ജാതി, അല്ലെങ്കിൽ സ്ലേവറി, കാസ്റ്റ്, എസ്റ്റേറ്റ്, നാലാമത്തെ ഏതാന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ആണ് അത്. അത് എന്ത് ചെയ്യാം, അത് അതേപോലത്തെ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ചു വെച്ചോളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി 29ാമത്തെ സി ക്വസ്റ്റ്യൻ എന്താണ്? അനലൈസ് കോൺഫ്ലിക്ട് ആൻഡ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ് എന്നാ പറയുന്നത്. ഓക്കെ, എത്രാമത്തെ? 4ാമത്തെ ആണ് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ. വർഗത്തെ കുറിച്ചുള്ള എന്താണ്? നിർവഹണ സംഘടനവാദം അല്ലെങ്കിൽ വാദവീക്ഷണങ്ങൾ വിശകലനം ചെയ്യുക. അതിന് എത്ര മാർക്കാ? 4 മാർക്കാ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ടെക്സ്റ്റിനകത്തുള്ളതാണ്, ആ ഭാഗത്ത് വരുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഈ 2 വാദങ്ങളും മാറിപ്പോകുന്നുണ്ട്, പഠിക്കാൻ വയ്യ, ഒരു മൂടി വരുന്നില്ല, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ തോന്നാത്ത ഒരു വിഷയമാണെന്ന് അങ്ങനെയൊക്കെ തോന്നിക്കൂടായില്ലല്ലോ. കാരണം ഇവരുടെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒന്നാണ്, വായിച്ചാൽ മനസ്സിലാവാത്ത ഒന്നാണ്. അപ്പൊ എന്ത് ചെയ്യാ, 1-2 പോയിന്റ് ഫംഗ്ഷൻ, ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഫംഗ്ഷനിസ്റ്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക. എന്ത്? കോൺഫ്ലിക്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് വെക്കുക, ഫംഗ്ഷനിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ് വെക്കുക. ഈ 2 പോയിന്റ് എന്ത് ചെയ്യുക, എന്നിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതുക. അത്രയെങ്കിലും നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക. അങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യും, ഇതിനിപ്പോ 4 മാർക്കാണ്, ഞാൻ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് 2 പോയിന്റ് എഴുതിയാൽ മതി, ഫംഗ്ഷനിസ്റ്റ് എന്ത് ചെയ്താൽ മതി, 2 പോയിന്റ് എഴുതിയാൽ മതി, നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഒക്കെ കൂടെ എന്താ പഠിച്ചിട്ട് കൂടെ മനസ്സ് കയറ്റിയിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് ചിലപ്പോ അതുപോലെ തന്നെ കാണാപ്പാഠം പഠിക്കരുത്. ഇപ്പൊ ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവരാണെങ്കിലും കൂടി കാണാപ്പാഠം നമ്മൾ ഒരിക്കലും പഠിക്കരുത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മനസ്സിൽ നിൽക്കില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യുക, അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇനിയിപ്പൊ അർത്ഥം മനസ്സിലാക്കി പഠിക്കാനും താല്പര്യം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ നോട്ട്സ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, അത് മലയാളത്തിലാണെങ്കിൽ പഠിച്ചാൽ മതി. മലയാളത്തിൽ പഠിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ പഠിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇപ്രകാരം നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓക്കെ, വർക്കൗട്ട് നിങ്ങൾക്ക് സിങ്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പാറ്റേൺ എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ്? അനലൈസ് കോൺഫ്ലിക്ട് ആൻഡ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ് എന്നാ പറയുന്നത്. അപ്പൊ ക്ലാസിനെ കുറിച്ച് അല്ലെങ്കിൽ വർഗത്തെ കുറിച്ച് കോൺഫ്ലിക്ട് ആൻഡ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ കോൺഫ്ലിക്റ്റ് വ്യൂ വരുന്നത് കാൾ മാക്സിന്റെയും അതുപോലെ തന്നെ വെബറിന്റെയും ആണ് കേട്ടോ. അവരുടെ 2 ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയാൻ പോണത് മാർക്സിന്റെ എന്താണ് വ്യൂ ആണ് കേട്ടോ. നോക്കിക്കേ, അതായത് വ്യവസായിക സമൂഹം 2ആണെന്നാണ് മൂപ്പര് പറയുന്നത്. ഓക്കെ, കാൾ മാർക്സ് പറയുന്ന വ്യവസായിക സമൂഹം 2ആണെന്നുള്ളത്. ഒന്നേതാ? മുതലാളിത്ത വർഗവും അതുപോലെ തന്നെ തൊഴിലാളി വർഗവും. നമുക്കറിയാം മുതലാളികളും തൊഴിലാളികളും തമ്മിലുള്ള വ്യത്യാസം എന്താ അല്ലെ? ആരെന്നെയായിരിക്കും ഒരു പടി മുന്നിൽ? മുതലാളികൾ തന്നെയാണ്, അല്ലെങ്കിൽ മുതലാളിത്ത വർഗം തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. അതായത് ഫാക്ടറികളുടെ ഉടമകളെയൊക്കെ നമുക്ക് മുതലാളികളായിട്ട് പറയാം. നേരെ മറിച്ച് തൊഴിലാളികളാണെന്നുണ്ടെങ്കിലോ അധ്വാനമല്ലാത്ത മറ്റൊന്നും അവർക്ക് എന്താണ്, അല്ലെങ്കിൽ മറ്റൊന്നിനും അവർ ഉടമകളല്ല എന്നുള്ളതാണ് അല്ലെ. അധ്വാനം അല്ലെ, തൊഴിലാളികൾ അത്രയും അധ്വാനം, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അധ്വാനമല്ലാതെ മറ്റൊന്നിനും അവരെന്തല്ല, ഉടമകളല്ല. ഓക്കെ, നേരെ മറിച്ച് മുതലാളികളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു ചെയ്യിപ്പിക്കും അല്ലെ, അല്ലാണ്ട് വേറെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ തൊഴിലാളികൾ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മുതലാളികൾ എന്ന് പറയുന്നത് രണ്ടും എന്താണ്, 2 ഡിവിഷൻസ് ആണ്. അപ്പൊ
വ്യവസായിക സമൂഹം രണ്ടാണെന്നാ പറയുന്നത്. അപ്പൊ അവിടെ തന്നെ എന്തുണ്ട്, അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, മുതലാളിയും തൊഴിലാളിയും ഒപ്പാണോ ഫുഡ് കഴിക്കുക? അല്ല. ഒപ്പാണോ വർക്ക് ചെയ്യുക? അല്ല. ഒപ്പം നിൽക്കുവോ? ഇല്ല. അതാ പറയുന്നത്. അപ്പൊ ഒരു പടി മുന്നിൽ ആരെങ്കിലും മുതലാളികൾ തന്നെയായിരിക്കും. അപ്പൊ അതാണ് മാത്സ് പറയുന്നത്, വ്യവസായിക സമൂഹം രണ്ടാണ്, മുതലാളിത്ത വർഗം ദെൻ തൊഴിലാളി വർഗം എന്നുള്ളത്. അതായത് ഇപ്പൊ ഉടമസ്ഥർ, അടിമ, കോമൺ പീപ്പിൾ, ഇവരൊക്കെ എന്താണ് വിവിധ കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവങ്ങളാണ് അല്ലെ. ഉടമസ്ഥർ, അടിമ, കോമൺ പീപ്പിൾ അല്ലെ, അത്തരത്തിലുള്ള ഡിവിഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധ കാലത്ത് ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ മാത്സിനെ സംബന്ധിച്ചുള്ള ആ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി വെബറിനെ സംബന്ധിച്ചോ, ലൈഫ് സ്റ്റാൻസിന്റെ അടിസ്ഥാനത്തിലാണ്, ലൈഫ് സ്റ്റാൻസ് അങ്ങനെ ടേമൽ ഉണ്ട് ടെക്സ്റ്റിനകത്ത് കേട്ടോ. ലൈഫ് സ്റ്റാൻസിന്റെ അടിസ്ഥാനത്തിലാണ് വർഗത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം നിർവചിച്ചിട്ടുള്ളത് എന്നാണ്. അതായത് വിപണിയിൽ നൽകുന്ന പ്രതിഫലങ്ങളും നേട്ടങ്ങളുമാണ് അതിൽ പറയുന്നത്. വിപണിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രതിഫലങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് പറയുന്നത്. അസമത്വം, സാമ്പത്തിക ബന്ധങ്ങൾ, അന്തസ്സ്, രാഷ്ട്രീയ അധികാരത്തെ ഒക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്, വെബർ പറയുന്നത്. അസമത്വം എന്നത് സാമ്പത്തിക ബന്ധങ്ങൾ, അന്തസ്സ്, രാഷ്ട്രീയ അധികാരത്തെ ഒക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് വെബർ പറയുന്നത്. ഓക്കെ, അപ്പൊ കോൺഫ്ലിക്റ്റ് വ്യൂക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിനകത്ത് നമുക്ക് ഇതൊക്കെ പറയാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് വ്യൂ ആണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ നമ്മൾക്ക് എഴുതാൻ വേണ്ടി രണ്ട് പോയിന്റ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, നിങ്ങൾ അത് എന്ത് ചെയ്താൽ മതി, എലാബറേറ്റ് ചെയ്ത് എഴുതാൻ മതി. ഫങ്ഷണലിസ്റ്റ് വ്യൂ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സൊസൈറ്റി വർഗരഹിതമല്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, വർഗരഹിത ക്ലാസ്സിലെ സൊസൈറ്റി അല്ല എന്നുള്ളതാണ് ആര്, ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ അവർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റോ, സൊസൈറ്റി സ്ട്രാറ്റിഫൈഡ് ആണ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി സമൂഹം ശ്രേണീകരിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഫങ്ഷണലിസ്റ്റ് വ്യൂ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, അതായത് നമ്മൾ സൊസൈറ്റി ക്ലാസ്ലെസ് അല്ല, അല്ലെങ്കിൽ വർഗരഹിതമല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. പിന്നെ സൊസൈറ്റി ശ്രേണീകരിക്കപ്പെട്ടതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ട് പോയിന്റ് എഴുതി വെക്കാം, എന്നിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. എന്നിട്ട് എന്ത് ചെയ്യാം, അത് എലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോ ഇനിയിപ്പോ ഇത്രേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇത്രേ ഉള്ളൂ. 29 ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2019 വന്നിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ്. അതിൽ 29 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം ആയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി എന്തെങ്കിലും ഇതിലിപ്പോ പ്രധാനമായിട്ട് പറയാൻ എന്നുള്ളത്, എക്സാം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, നിങ്ങൾ ആ കൂൾ ഓഫ് ടൈം 5 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. അപ്പൊ അത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും സാവകാശം മനസ്സിലാക്കിയിട്ട്, അതായത് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും നിങ്ങളൊന്ന് പ്രിപ്പയർ ആവാനുമാണ് എന്ത്, നിങ്ങൾക്ക് ആ ഒരു കൂൾ ഓഫ് ടൈം അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വേറെ പരിപാടി തിരിയാനും അറിയാനും ഒന്നും പോണ്ട, വേറെ ഒരു പരിപാടിക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, വേറെ ഒരു പരിപാടിക്ക് നിങ്ങൾ പോകരുത്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. 5 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും വായിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമല്ലോ, ആ കൂൾ ഓഫ് ടൈം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതാൻ വേണ്ടി തുടങ്ങുക. പിന്നെ മാർക്കിനനുസരിച്ച് ഉത്തരം എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. അതായത് ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മളിപ്പോ പറഞ്ഞല്ലോ, അതായത് ഓരോ ക്വസ്റ്റിന്റെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിക്കണം. ഞാൻ പിന്നെയും പറയണം, അത് വായിക്കണം. ചിലപ്പോ 1 or 2 ചോദ്യം എഴുതിയാൽ മതിയാവും. അല്ലെങ്കിൽ ഇപ്പൊ 27-29 നിന്നും 2 ചോദ്യം എന്ന് പറയുമ്പോ ഓക്കെ, നിങ്ങൾ വെറും 2 ചോദ്യം എഴുതിയാൽ മതി. അത് 3 നിങ്ങൾ എന്ത് ചെയ്യണ്ട, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ചിലരത് ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലരത് ശ്രദ്ധിക്കാതെ എല്ലാം എഴുതി വെക്കും. എല്ലാം എഴുതി വെക്കും, പിന്നെ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, സമയമുണ്ട്. അതൊക്കെ വലിയ ഫോൾട്ട്, നമുക്ക് പറ്റിപ്പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനെ കുറിച്ച് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോ പബ്ലിക് എക്സാമിനാണെങ്കിൽ കൂടിയും പിന്നെ നമുക്ക് സങ്കടപ്പെട്ട് നമുക്ക് കാര്യമാണ്. അപ്പൊ എല്ലാം നമ്മൾ വായിക്കാം, എന്തൊക്കെയാണ് ഏതൊക്കെ മുക്കിന് മൂലം എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് കൃത്യമായിട്ട് വായിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 മാർക്കിനുള്ളത് 2 മാർക്കിന് മാത്രം എഴുതാം. ഓക്കെ, 3 മാർക്കിനാണെങ്കിൽ 3 മാർക്ക്, 8 മാർക്കിനുള്ളത് 8 മാർക്കിനുള്ളത് എഴുതണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൂടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ണോടിച്ചാൽ പോരാ, മാക്സിമം നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന അത്രയും എന്ത് ചെയ്യുക, പഠിക്കുക. ഇനിയിപ്പോ പഠിക്കാൻ സമയമില്ല, എക്സാം ആയി എന്നുള്ള ഒരു ബേജാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പാകത്തിനുള്ള നോട്ടുകൾ, അല്ലെങ്കിൽ ഓരോ പോയിന്റ് വൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നോട്ട് എഴുതി ഉണ്ടാക്കുക. എന്നാ പിന്നെ നമുക്ക് അത് നോക്കിയാൽ മതില്ലേ, എപ്പോഴും ഇങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ അത് കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ ചാപ്റ്ററുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ ക്ലാസ് കാണാത്തവർ അത് കാണണം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും ചോദ്യം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന, അതായത് നിങ്ങൾക്ക് ഒന്നും ഇതിൽ സ്കിപ്പ് ചെയ്യാനില്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ടേംസ് എന്ത് ചെയ്യരുത്, മാറിപ്പോരുത്. പിന്നെ എക്സാം എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതണം. എന്താണ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മാക്സിമം നന്നാക്കാൻ വേണ്ടി നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. ചിലപ്പോൾ ആൻസർ ഫുൾ അറിയുന്നുണ്ടായിരിക്കും, ആൻസർ ഫുൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലെങ്കിൽ എന്തിനാ പറ്റുക, അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതായത് ഇന്ന ചോദ്യം എഴുതിയിട്ടില്ലേ, ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം നോക്കുക. അപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചോളൂ. പേപ്പർ കെട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ, കെട്ടാനുള്ള സമയം ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. എന്നിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതിയിട്ടില്ലേ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ നോക്കുക. അതൊക്കെ തന്നെ കൂടുതലായിട്ട് പറയാനുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.